ഹേ ഗായ്സ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. നമ്മൾ എത്തിയപ്പോൾ 11:30 എന്തോ ആയിട്ടുണ്ട്. ആൻഡ് അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും ഷോക്കായി. കാരണം ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞ ഒരു കാണേണ്ട സംഭവം തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എയർപോർട്ട്. പക്ഷെ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്നും ഇതൊക്കെ കുറേ ഒറിജിനൽ ചെടികളാണെന്ന് എനിക്ക് അറിയണ്ടായില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ വന്നിറങ്ങി ആദ്യം വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ അതിൻ്റെ ഉള്ളോട്ട് പോയപ്പോഴാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായി. അതായത് നമ്മളുടെ ബ്രാൻഡഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ്, എല്ലാ സാധനങ്ങളും ഉണ്ടായി. ആൻഡ് നമ്മൾ അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. നമ്മൾ ലോഞ്ചിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അവിടെ കുറേ ഫുഡ് ഉണ്ടായി. ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സും കേക്കും നഗറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ അവിടുന്ന് കഴിച്ചു. ആൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കുകയും ചെയ്യാൻ. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ആ ഫുഡൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോഴും ലോഞ്ചിൽ തന്നെയാണുള്ളത്. അക്ഷയത്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ഫുഡായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ. നമ്മളിപ്പോൾ അവിടെ ഇരിക്കുക, അവർ ഫുഡ് കഴിക്കുക. ഇവിടെ ഇങ്ങനെ കുറേ സംഭവമുണ്ട്, ഇരിക്കാനും കിടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് സംഭവമായി. ഞാൻ പറയാം, ഇവിടെ 10 ദിവസം വേണമെങ്കിൽ 10 ദിവസവും നിൽക്കാം. പിന്നെ പെട്ടെന്ന് സമയം പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് തന്നെ സമയം പോയി. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിനുള്ള ടൈമായി. അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് ലങ്കാവിയിലേക്കാണ്. അപ്പം ലങ്കാവിയിൽ നിന്നാണ് പിന്നെ മലേഷ്യയിലേക്ക് പോകുന്നത്. ആൻഡ് നമ്മുടെ ഫ്ലൈറ്റ് അറൗണ്ട് 4 o'clock ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നമ്മൾ ഉറങ്ങി. ആൻഡ് ലങ്കാവിയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.